ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, അനുഗ്രഹപ്രദമായ ഒരു ദിവസം നിനക്കിന്നുണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശംസിക്കുന്നു. നിൻ്റെ സങ്കടങ്ങൾക്കെല്ലാം ഉത്തരം ഉണ്ടാകട്ടെ. നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഉണ്ടാകട്ടെ. ഈശോയുടെ അനുഗ്രഹം അനുദിന ജീവിതത്തിൽ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈശോയുടെ മനസ്സറിഞ്ഞ് അതിനനുസരിച്ച് നീ പ്രവർത്തിക്കുക, ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തുക. ഈശോ പറഞ്ഞ ഒരു ഉപമയുണ്ട്, അത് 10 നാണയത്തിൻ്റെ ഉപമയാണ്. ഒരു യജമാനൻ യാത്ര പോകുന്നതിന് മുമ്പ് കുറേ നാണയങ്ങളൊക്കെ കൊടുത്തിട്ട് പോകുന്നു. തിരിച്ചു വന്നിട്ട് കണക്ക് ചോദിക്കുക. കിട്ടിയവർ പല രീതിയിലാണ് കണക്ക് അവതരിപ്പിക്കുക. വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളുണ്ട്, വർദ്ധിപ്പിക്കാതെ കുഴിച്ചു മൂടിയ വ്യക്തിയുണ്ട്. ഇതിൽ ആദ്യം വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി 10 നാണയം കൂടെ അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊണ്ട് കൊടുത്തു. ആ വ്യക്തിയോട് യജമാനൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രകാരമാണ് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 19-ാമത്തെ അധ്യായം 17-ാം തിരുവചനം. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. അവന് കിട്ടിയതിനെ അങ്ങ് വർദ്ധിപ്പിച്ചു. കിട്ടിയതിനെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യജമാനൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു. അവന് വലിയൊരു ബഹുമതിയെ കൊടുത്തത്. കാരണം ചെറിയ കാര്യങ്ങളിൽ അവൻ വിശ്വസ്തനായിരുന്നു. നീ നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിൻ്റെ ജീവിതത്തിൽ ഒരുപിടി കാര്യങ്ങളുണ്ട് ദൈവം നല്ല രീതിയിൽ ചെയ്ത് കാണാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നത്. ഇവൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചാൽ നാളെ നിന്നെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുക, നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു, നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടവരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിശ്വസ്തത പാലിക്കുവാനായിട്ട്, നിൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഈ വ്യക്തിയുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരവുണ്ടാകണേ. എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരവുണ്ടാകട്ടെ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന